കടുവാഭീതിയിൽ കണ്ണൂർ ചതിരൂരിലെ നീലായി നിവാസികൾ പുലർച്ചെ വളർത്തുനായെ വന്യജീവി പിടികൂടിയതോടെ കൂടുതൽ ആശങ്കയിലാണ് ഇവിടുത്തുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു. സ്ഥലത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. ഒന്ന് തിന്നു കഴിയുമ്പോൾ പരിഹാരം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല സാറേ. ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഇത്രയും പേര് കൂലിവേലയും തൊഴിലുറപ്പും ഞങ്ങൾ ജീവിക്കുന്നത്. കഴിഞ്ഞ 15 ദിവസത്തോളമായി കടുവയെന്ന് സംശയിക്കുന്ന ജീവിയുടെ സാന്നിധ്യം വലിയ ആശങ്കയാണ് ചതിരൂർ നീലായ് മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കുടിവെള്ളം ശേഖരിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് പോകാനോ കഴിയാത്ത സാഹചര്യമെന്ന് പ്രദേശവാസികൾ. ജീവൻ പണയം പറ്റും. ഇപ്പൊ റബ്ബർ വെട്ടാൻ പാടില്ല, വെള്ളം തിരിക്കാൻ. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ ആരും ഞങ്ങൾക്ക് കൂട്ടുകാരനെ ഓസ് തിരിക്കാൻ. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അങ്ങനെ ഇപ്പൊ ജീവിക്കുന്നത്. ഇന്ന് ഞാൻ ഭയത്തോടെ ജീവിക്കുന്നു. എനിക്ക് 6 മണി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങാറില്ല. അന്നെന്ന് വെച്ചാൽ ഞാൻ ഈ സമയത്ത് കണ്ടുപോയി. ഇത്രയ്ക്കും ഭയങ്കര ഒരു ജീവിയാണ്. ഇന്ന് പുലർച്ചെ ചുണ്ടൻ തടത്തിൽ ബിനോയുടെ വളർത്തുനായെ വന്യജീവി പിടികൂടുക കൂടി ചെയ്തതോടെ ആശങ്ക വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കടുവയെ കണ്ടെന്ന് പ്രദേശവാസിയായ സ്ത്രീ പറയുന്നു. നേരിട്ട് കണ്ടതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ബമ്പ സാധനമാണ്. നല്ല കറുത്ത വരയതായാലും നല്ല തിളങ്ങുന്നു. വാലൊക്കെ നമ്മളിങ്ങനെ കണ്ട നല്ല തളത്തിലിട്ട് കിടക്കുന്നു. ഒന്നേ നോക്കട്ടെ, ഇന്ന് വരെ എനിക്ക് നേരെ ബോധം ശരിക്കുള്ളൂ വന്നിട്ടില്ല. അതുപോലെ ഞാൻ പേടിച്ചു പോയി. അന്ന് എന്റെ പട്ടി എന്റെ ജീവൻ രക്ഷിച്ചത്. പ്രദേശത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണോ കടുവയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിനകത്ത് കയറി പടക്കം പൊട്ടിച്ചപ്പോൾ വന്യജീവി ഓടിപ്പോകുന്ന ശബ്ദം കേട്ടിരുന്നു. പ്രദേശത്ത് ഇന്ന് തന്നെ കൂട് സ്ഥാപിക്കുമെന്ന് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വി രതീഷ് പറഞ്ഞു. നിരീക്ഷണത്തിന് 10 ക്യാമറകളും സ്ഥാപിക്കും. അതിനകത്ത് ക്യാമറ ട്രാപ്പ് വെച്ചിട്ടില്ല. ഇന്ന് ഒക്കെ ഉള്ളൂ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് അകറ്റുക എന്നാണ് നമ്മളെ ലക്ഷ്യം. കൂട് വെക്കുന്ന കാര്യമാണ് നമ്മൾ തീർച്ചയായിട്ടും ആക്റ്റീവായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് തീർച്ചയായിട്ടും ഇന്ന് തന്നെ കൂട് ഇന്ന് തന്നെ വെക്കാനുള്ള നടപടിയാണ്. വയനാട്ടിലെ ദാരുണ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ സർക്കാർ തയ്യാറാകണമെന്ന് സ്ഥലം സന്ദർശിച്ച കാത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയേൽ പറഞ്ഞു. എങ്കിലും എനിക്ക് പറയുവാനുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് വനം മന്ത്രി ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. ഉദ്യോഗസ്ഥരെ ആവശ്യത്തിനുള്ള സഹായം കൊടുക്കാതെ വിട്ടതുകൊണ്ടും കാര്യമില്ല. ഇപ്പോൾ കേരളത്തിൽ ഉടനീളം ഈ പ്രശ്നം ഉണ്ടാവുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കടുവ കടിച്ചു കൊന്നു. ഇപ്പോൾ ഇത് അടുത്ത് കടുവ ഇറങ്ങി മറ്റുള്ളവരെ ആക്രമിക്കുന്നു എന്ന ഭീതിജനകമായ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. RRT സംഘത്തെ പ്രദേശത്ത് സ്ഥിരമായി നിയോഗിക്കാൻ വനം വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. വനാതിർത്തിയിൽ തന്നെയുള്ള പ്രദേശമായതിനാൽ കടുവ ഇനിയും എത്തുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. ന്യൂസ് മലയാളം, കണ്ണൂർ.